Hi, I am Kiran R, Assistant Professor, Srinarayana Institute of Technology, Adur. സെമസ്റ്റർ 4 ഫ്ലൂയിഡ് മെഷീനറി കോഴ്സാണ് നമ്മൾ നോക്കുന്നത്. മൊഡ്യൂൾ 3 സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം നോക്കാൻ പോവുകയാണ്. പ്രോബ്ലം നമ്പർ 5 ആണ്. A centrifugal pump discharges 0.15 meter cube per second of water against a head of 12.5 meters. The speed of the impeller is 600 rpm. The outer and inner diameter of the impeller are 500 mm and 250 mm respectively. The vanes are bent back at 30 degree to the tangent at exit. If the area of flow remains 0.07 meter square from inlet to outlet, find manometric efficiency. Second one, vane angle at inlet. Third one, loss of head at inlet to the impeller when discharge reduced to 40%. Question explain ചെയ്യുകയാണ്. സെൻട്രിഫ്യൂഗൽ പമ്പ് ഒരു സെൻട്രിഫ്യൂഗൽ പമ്പാണ് നമ്മുടെ പമ്പ്. ഡിസ്ചാർജസ് 0.15 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അപ്പം നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ക്യൂവിൻ്റെ വാല്യൂ, ഡിസ്ചാർജ് ക്യാപിറ്റൽ ക്യൂവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.15 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണെന്ന്. പമ്പ് വർക്ക് ചെയ്യുന്ന ഹെഡ് 12.5 മീറ്റർ ആണ്. സെൻട്രിഫ്യൂഗൽ പമ്പ് ആയതുകൊണ്ട് പമ്പ് വർക്ക് ചെയ്യുന്ന ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനോമെട്രിക് ഹെഡാണ്. HMൻ്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത് 12.5 മീറ്റേഴ്സ്. The speed of the impeller is 600 rpm. പമ്പ് വർക്ക് ചെയ്യുന്ന വർക്കിംഗ് RPM തന്നിട്ടുണ്ട് 600 rpm ആണ്. The outer and inner diameter of the impeller are, ഔട്ടർ D2 തന്നിട്ടുണ്ട് 500 mm തന്നിരിക്കുന്നത്. ഇന്നർ ഡയമീറ്റർ തന്നിട്ടുണ്ട് D1 തന്നിട്ടുണ്ട് 250 mm. ഇമ്പല്ലറിൻ്റെ ബ്ലേഡ് കേർവ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ആംഗിൾ തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിൻ്റെ ആംഗിൾ അല്ലെങ്കിൽ ബ്ലേഡിൻ്റെ ആംഗിൾ എന്നൊക്കെ പറയുന്നത് തീറ്റയും 5 ആണ്. ഇവിടെ ഔട്ട്ലെറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ടാൻജൻറ്റ് അറ്റ് എക്സിറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് 5 ആണ് തന്നേക്കുന്നത്, 35 ഡിഗ്രി. ഇനി ഇഫ് ദ ഏരിയ ഓഫ് ദ ഫ്ലോ റിമെയിൻസ് 0.07 മീറ്റർ സ്ക്വയർ, രണ്ട് ഇൻലെറ്റിലെ ഏരിയയും ഔട്ട്ലെറ്റിലെ ഏരിയയും സെയിം ആണ്, 0.07 മീറ്റർ സ്ക്വയർ ആണ്. ഏരിയ എന്ന് പറയുമ്പം പൈ D1 ഇൻറ്റു B1 ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. പൈ ഡി എന്ന് പറയുന്ന ലെങ്ത്, വിഡ്ത്തിൻ്റെ അവിടെയാണ് B1 വരുന്നത്. ഇൻലെറ്റിലാകുമ്പോൾ B1, ഔട്ട്ലെറ്റിലാകുമ്പോൾ B2. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ആദ്യം മാനോമെട്രിക് എഫിഷ്യൻസി കണ്ടുപിടിക്കണം. രണ്ടാമത് വെയിൻ ആംഗിൾ അറ്റ് ഇൻലെറ്റ് കണ്ടുപിടിക്കണം. മൂന്നാമത് ഡിസ്ചാർജ് 40% കുറയുമ്പം എത്ര ഹെഡ് ലോസ് ആവും. ലോസ് ഓഫ് ഹെഡ് അറ്റ് ദ ഇൻലെറ്റ് ടു ദ ഇമ്പല്ലർ. എവിടത്തെയാണ്? ഇൻലെറ്റിൽ എത്ര ഹെഡ് ലോസ് ആവും. നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന ഡിസ്ചാർജിൻ്റെ 40% കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻലെറ്റിൻ്റെ ലോസ് ഓഫ് ഹെഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ലോസ് ഓഫ് ഹെഡ് അറ്റ് ഇൻലെറ്റ് ടു ഇമ്പല്ലർ വെൻ ഡിസ്ചാർജ് റെഡ്യൂസ്ഡ് ടു 40%. ഇവിടെ ഓൾറെഡി ഒരു ഡിസ്ചാർജ് തന്നിട്ടുണ്ട്. ആ ഡിസ്ചാർജ് 40% കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇതിൻ്റെ 0.6 ഇൻറ്റു ഈ ക്വാണ്ടിറ്റി ക്യൂ ചെയ്യുമ്പോഴേക്ക് ഡിസ്ചാർജ് കുറഞ്ഞു കഴിയുമ്പോൾ ഇൻലെറ്റിൻ്റെ ഹെഡ് എത്ര കുറയുന്നു അത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യം തന്നെ ഗിവൺ ക്വാണ്ടിറ്റീസ് എഴുതുന്നു. ഡിസ്ചാർജ് തന്നിട്ടുണ്ട് 0.15 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. വർക്കിംഗ് മാനോമെട്രിക് ഹെഡ് തന്നിട്ടുണ്ട് 12.5 മീറ്റേഴ്സ്. വർക്കിംഗ് RPM 600 rpm. രണ്ട് ഡയമീറ്റേഴ്സ് തന്നിട്ടുണ്ട് 500 mm 250 mm. ബ്ലേഡിൻ്റെ ഔട്ട്ലെറ്റിൻ്റെ ആംഗിളാണ് തന്നിരിക്കുന്നത് 535 ഡിഗ്രി. ഏരിയ രണ്ടും കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പൈ D1 ഇൻറ്റു B1 ഈസ് ഈക്വൽ ടു പൈ D2 ഇൻറ്റു B2 ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.07 മീറ്റർ സ്ക്വയർ ആണെന്ന്. ഇനി ഏരിയ അറിയാം, വെലോസിറ്റി ഓഫ് ഫ്ലോയും അറിയാം. നമുക്ക് ഡിസ്ചാർജ് തന്നിട്ടുണ്ട്, ക്യൂവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.15 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന്. ഡിസ്ചാർജിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഡിസ്ചാർജിന് ഒരു ഇക്വേഷൻ ഉണ്ട്, ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഏരിയയുടെ അവിടെ പൈ D1 B1 ഇൻറ്റു VF1. VF1 VF2 എടുക്കാം. ഇവിടെ D1 B1 എടുത്തേക്കുന്നതുകൊണ്ട് VF1 എടുത്തു.
Q is equal to pi d1 b1 into Vf1. ക്യൂവിന് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന വാല്യൂ 0.15 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ഈസ് ഈക്വൽ ടു ഏരിയ ഇൻലെറ്റിലും ഔട്ട്ലെറ്റിലും കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.07 മീറ്റർ സ്ക്വയർ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇൻറ്റു Vf1. നമ്മൾ ചെയ്യുമ്പോഴേക്ക് Vf1ൻ്റെ വാല്യൂ 2.14 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. നമുക്കറിയാം Vf1 ഈസ് ഈക്വൽ ടു Vf2 ഈസ് ഈക്വൽ ടു 2.14 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി ഓഫ് ഫ്ലോ കോൺസ്റ്റൻ്റ് ആണ് ഇൻലെറ്റിലും ഔട്ട്ലെറ്റിലും. ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ വെലോസിറ്റി ട്രയാങ്കിൾ വരയ്ക്കുവാണ്. വെലോസിറ്റി ട്രയാങ്കിൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ തന്നെയാണ് വെലോസിറ്റി ട്രയാങ്കിൾ വരയ്ക്കുന്നത്. ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ V1 U1 VR1. VR1ഉം U1ഉം മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ. V2ന് രണ്ട് കമ്പോണൻറ്റ് VF2ഉം VW2ഉം V2ഉം U2ഉം തമ്മിലുള്ള റിസൾട്ടൻറ്റ് VR2ഉം U2ഉം മേക്ക് ചെയ്യുന്ന ആംഗിൾ φ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്ന കാര്യമാണ്. റിപ്പീറ്റേഷൻ ആവുന്നുണ്ട്. നേരത്തെ സംശയമുള്ളവർ നേരത്തെ വീഡിയോ ലെക്ചേഴ്സ് നോക്കുക. ഇനി നമ്മൾ ആദ്യത്തെ കേസ് ചെയ്യാൻ പോവാണ്. ആദ്യത്തെ കേസിനകത്ത് മാനോമെട്രിക് എഫിഷ്യൻസി നമുക്ക് 3 കാര്യങ്ങളാണ് കണ്ടുപിടിക്കാനുള്ളത്. ആദ്യം മാനോമെട്രിക് എഫിഷ്യൻസി. കേസ് 1 മാനോമെട്രിക് എഫിഷ്യൻസി ഈറ്റ മാനോമെട്രിക് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈറ്റ മാനോമെട്രിക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. മാനോമെട്രിക് ഹെഡ് ഡിവൈഡഡ് ബൈ VW2 U2 ബൈ G ആണ്. ഇതിനകത്ത് ക്വസ്റ്റ്യനകത്ത് മാനോമെട്രിക് ഹെഡ് തന്നിട്ടുണ്ട് 12.5 മീറ്റേഴ്സ് എന്ന് തന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ക്വാണ്ടിറ്റീസ് കണ്ടുപിടിക്കണം. U2 എങ്ങനെ കണ്ടുപിടിക്കാം? പൈ d2 n/60 ആണ്. പൈ d2 n/60. ഇതിനകത്ത് പൈ കോൺസ്റ്റൻ്റ് ആണ്. d2 ഔട്ട്ലെറ്റിൻ്റെ ഡയമീറ്റർ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. n വർക്കിംഗ് RPM ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 60 കോൺസ്റ്റൻ്റ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്ക് 3.14 ഇൻറ്റു ഡയമീറ്റർ 500 mm ആണ്. മീറ്ററിലാകുമ്പോഴേക്ക് 0.5 ഇൻറ്റു വർക്കിംഗ് RPM 600 ഡിവൈഡഡ് ബൈ 60 ചെയ്യുമ്പോഴേക്ക് നമുക്ക് 15.70 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഇനി VW2 ആണ് അടുത്ത് കണ്ടുപിടിക്കേണ്ടത്. VW2 കണ്ടുപിടിക്കാൻ വേണ്ടി ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളിനകത്ത് tan φ എടുക്കുന്നു. നേരത്തെ ക്വസ്റ്റ്യനകത്തും ചെയ്ത ഇക്വേഷൻ തന്നെയാണ്. VF2 ഡിവൈഡഡ് ബൈ U2 മൈനസ് VW2. ഇതിനകത്ത് tan φയുടെ വാല്യൂ നമുക്കറിയാം. ക്വസ്റ്റ്യനിൽ φ തന്നിട്ടുണ്ട്. VF2ൻ്റെ വാല്യൂം ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ കണ്ടുപിടിച്ചു 2.14 മീറ്റർ പെർ സെക്കൻഡ് എന്ന്. U2 പൈ d2 n/60 വെച്ച് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. 15.7 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. ഇതിനായി ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്ക് tan φ അറിയാം, VF2 അറിയാം, U2 അറിയാം. അൺനോൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റി VW2 മാത്രമാണ്. VW2ൻ്റെ വാല്യൂ 12.64 കിട്ടും. ഇനി ഇത് ഈ ഈറ്റ മാനോമെട്രിക്കിൻ്റെ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്ക് മാനോമെട്രിക് എഫിഷ്യൻസി 61.8 കിട്ടും. ഇനി നമ്മൾ കേസ് 2 ആണ് നോക്കുന്നത്. കേസ് 2 വെയിൻ ആംഗിൾ അറ്റ് ഇൻലെറ്റ്. വെയിൻ ആംഗിൾ അറ്റ് ഇൻലെറ്റ് എന്ന് പറയുമ്പം തീറ്റ കണ്ടുപിടിക്കാനാണ്. തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളിനകത്ത് VF1/U1 ടാൻ തീറ്റ എടുക്കുമ്പോൾ VF1/U1. ഇതിനകത്ത് തീറ്റയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. VF1 ഈസ് ഈക്വൽ ടു VF2 ഈസ് ഈക്വൽ ടു 2.14 മീറ്റർ പെർ സെക്കൻഡ് ആണ്. U1 എങ്ങനെ കിട്ടും? പൈ d1 n/60. d1ൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, n ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോൾവ് ചെയ്യുമ്പോഴേക്ക് 7.85 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. അത് ഈ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ടാൻ തീറ്റയുടെ വാല്യൂ 0.272 കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ തീറ്റ 50.12 ഡിഗ്രി കിട്ടും. ഇനി നമ്മൾ മൂന്നാമത്തെ കേസാണ്. കേസ് 3 ആണ് നോക്കാൻ പോകുന്നത്. കേസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലാണ് ഒരു സ്പെഷ്യൽ കേസായിട്ട് വരുന്നത്. കേസ് 3 എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്ചാർജ് 40% കുറയുമ്പം ഇൻലെറ്റിലെ ലോസ് ഓഫ് ഹെഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം പുതിയ ഡിസ്ചാർജ് 40% കുറഞ്ഞതിന് ശേഷമുള്ള പുതിയ ഡിസ്ചാർജ് ഞാൻ Q സ്റ്റാർ എന്ന് പറഞ്ഞാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ Q സ്റ്റാർ ഈസ് ഈക്വൽ ടു 40% കുറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് 0.6 ഇൻറ്റു Q. അതാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡിസ്ചാർജ്. 100% നിന്ന് 40% കുറഞ്ഞു. സോ 60% 0.6 ഇൻറ്റു Q ഇപ്പോൾ ഉള്ള പുതിയ ഡിസ്ചാർജ്. പുതിയ ഡിസ്ചാർജിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. Q സ്റ്റാർ ഈസ് ഈക്വൽ ടു 0.6 ഇൻറ്റു നേരത്തെ Q 0.15 മീറ്റർ ക്യൂബാണ്. അപ്പോൾ പുതിയ ഡിസ്ചാർജ് നമുക്ക് 0.09 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് കിട്ടും. 0.09 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് കിട്ടും. പുതിയ ഡിസ്ചാർജ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പുതിയ വെലോസിറ്റി ഓഫ് ഫ്ലോ കണ്ടുപിടിക്കണം.
പുതിയ വെലോസിറ്റി ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ചാർജ് ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുതിയ വെലോസിറ്റി ഓഫ് ഫ്ലോ VF1 സ്റ്റാർ ഈസ് ഈക്വൽ ടു Q സ്റ്റാർ ഡിവൈഡഡ് ബൈ എ. ഏരിയ ഇൻറ്റു വെലോസിറ്റി, അതിനകത്തുനിന്ന് വെലോസിറ്റി ഈസ് ഈക്വൽ ടു Q/A. 0.09, ഏരിയ കോൺസ്റ്റൻ്റ് ആണ്, 0.07 ആണ്. അപ്പോൾ നമുക്ക് പുതിയ വെലോസിറ്റി ഓഫ് ഫ്ലോ കിട്ടും 1.284 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. 1.284 മീറ്റർ പെർ സെക്കൻഡ്. ഇനി അത് വെച്ച് ഞാൻ ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ വരയ്ക്കുവാണ്. ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ മാത്രമാണ് വരച്ചേക്കുന്നത്. ഇതിനകത്ത് ഈ ABC എന്ന് പറയുന്നത് ഇനിഷ്യൽ കണ്ടീഷനിലുള്ള വെലോസിറ്റി ട്രയാങ്കിളാണ്. ABC എന്ന് പറയുന്നത് ഇനിഷ്യൽ കണ്ടീഷനിലുള്ള വെലോസിറ്റി ട്രയാങ്കിളാണ്. അവിടെ VF1ൻ്റെ വാല്യൂ 2.14 ആയിരുന്നു. പുതിയ VF1 1.284 ആണ്. അതായത് VF1ൻ്റെ വാല്യൂ കുറഞ്ഞു. CD എന്ന് പറയുന്ന എമൗണ്ട് ഈ VF1ൻ്റെ വാല്യൂ വെലോസിറ്റി കുറഞ്ഞിട്ടുണ്ട്. ആദ്യം 2.14 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു, ഇപ്പോൾ അത് 1.284 ആയി. അപ്പോൾ ഉണ്ടാകുന്ന ഹെഡിൻ്റെ ഇൻലെറ്റിലെ ഹെഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ നോക്ക്, നമ്മൾ ഈ വെലോസിറ്റി ഓഫ് ഫ്ലോ കുറഞ്ഞപ്പോഴേക്ക് ഇവിടെ ടാൻജൻഷ്യൽ വെലോസിറ്റിയും കുറഞ്ഞിട്ടുണ്ട്. ടാൻജൻഷ്യൽ വെലോസിറ്റി, ആദ്യത്തെ ടാൻജൻഷ്യൽ വെലോസിറ്റി AB, അതായത് U1 എന്ന് പറയുന്നത് ഇത്ര AB ആയിരുന്നു. പിന്നീട് വെലോസിറ്റി ഓഫ് ഫ്ലോ കുറഞ്ഞപ്പോഴേക്ക് പുതിയ ടാൻജൻഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് EB ആണ്. ഈ ചെറിയ പോർഷനാണ്, EB ആണ്. ഡിസ്ചാർജ് VF1 ഡിക്രീസസ് ടു VF1 സ്റ്റാർ ആയി. അതേപോലെ ടാൻജൻഷ്യൽ വെലോസിറ്റി AB, അതായത് U1 ഡിക്രീസസ് ടു EB ആയി. ആ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ AB ഡിക്രീസസ് ടു EB ആയി. ഇനി നമുക്ക് EB എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? tan 15, നമ്മൾ tan തീറ്റ കണ്ടുപിടിച്ചിട്ടുണ്ട്. tan തീറ്റ ഈസ് ഈക്വൽ ടു VF1 സ്റ്റാർ ഡിവൈഡഡ് ബൈ EB. ഇതിനകത്തുനിന്ന് EBക്ക് വാല്യൂ കിട്ടും 4.7 മീറ്റർ പെർ സെക്കൻഡ്. EBക്ക് വാല്യൂ കിട്ടും 4.7 മീറ്റർ പെർ സെക്കൻഡ്. ഇതിനകത്ത് tan തീറ്റ എടുക്കുകയാണ് ചെയ്യുന്നത്. tan തീറ്റ എടുക്കുമ്പോഴേക്ക് tan തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. ഓപ്പോസിറ്റ് VF1 സ്റ്റാർ ആണ്, അഡ്ജസൻ്റ് EB. അങ്ങനെയാണ് നമുക്ക് EB ഈസ് ഈക്വൽ ടു 4.7 മീറ്റർ പെർ സെക്കൻഡ് കിട്ടുന്നത്. ഇനി നമ്മൾ ലോസ് ഓഫ് വെലോസിറ്റി ഹെഡ് കണ്ടുപിടിക്കുകയാണ്. ലോസ് ഓഫ് വെലോസിറ്റി ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന വെലോസിറ്റി ഇത്രയുണ്ട്, രണ്ടാമത് ഇത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസിൻ്റെ ഹെഡാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് VAE²/2G എന്ന് പറയുമ്പം U1 മൈനസ് EB ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2G. U1ൻ്റെ വാല്യൂ നമുക്കറിയാം 7.85 മീറ്റർ പെർ സെക്കൻഡ് ആണ്. മൈനസ് EBയുടെ വാല്യൂ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 4.7 മീറ്റർ പെർ സെക്കൻഡ്. 7.85 മൈനസ് 4.7 ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2G. ലോസ് ഓഫ് ഹെഡ് എന്ന് പറയുന്നത് 0.505 മീറ്റർ വരും. 0.505 മീറ്റർ വരും. ഇവിടെ ചെയ്യുന്നത് നമുക്ക് വെലോസിറ്റി കൊണ്ടുണ്ടാവുന്ന ഹെഡ് ലോസ് ആണ്. അതിൻ്റെ ജനറൽ ഇക്വേഷനാണ് V²/2G എന്ന് പറയുന്നത്. വെലോസിറ്റി കൊണ്ടുണ്ടാവുന്ന ഹെഡ് ലോസിൻ്റെ ഇക്വേഷനാണ് V²/2G. നമുക്ക് ലോസ് ഓഫ് ഹെഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ടോട്ടൽ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AB ആണ്. AB²/2G എന്ന് വരും. ആദ്യം ഉണ്ടായിരുന്ന വെലോസിറ്റി ഹെഡ് എന്ന് പറയുമ്പോൾ AB²/2G. ഡിസ്ചാർജ് കുറഞ്ഞു കഴിയുമ്പം EB²/2G. ഇതാണ് ടാൻജൻഷ്യൽ വെലോസിറ്റി ഡിസ്ചാർജ് കുറഞ്ഞതിന് ശേഷമുള്ളത്. അപ്പോൾ EB²/2G. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ആണ് ഇവിടെ എടുത്തേക്കുന്നത് AE². അതാണ് U1²/2G മൈനസ് EB²/2G ആണ്. ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് U1 മൈനസ് EB ദ ഹോൾ സ്ക്വയർ/2G എന്ന് കാണിച്ചേക്കുന്നത്. അതിനെ പിന്നെ സോൾവ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുകയാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. താങ്ക് യു.